കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശ തിമിർപ്പിലാണ് ഏവരുമായിരിക്കുന്നത്. ഇപ്പോ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കരമനയിലാണ്. കരമനയിലെ വോട്ടർമാരുടെ ഒരു പ്രതികരണം, അതായത് എന്താണ് അവർ ഈ ഒരു പ്രാവശ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, അവിടെ ഒരു പ്രതികരണത്തിലൂടെ നമുക്കൊന്ന് പോകാം. നമ്മൾ എന്ന് അധ്വാനിക്കാൻ ഇറങ്ങിയാൽ നമ്മളെ വീട് പട്ടിണിലാ പോകും. ഈ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വരുന്നുണ്ടല്ലോ, അപ്പൊ സ്ഥാനാർത്ഥികളോട് എന്താണ് ഒരു ആവശ്യം? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറയാനുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. വികസനം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? വികസനമൊക്കെ ഉണ്ട്. വികസനത്തിന്റെ കുറവില്ല. കണ്ടില്ലേ, അടുത്ത മെട്രോ വരാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന നല്ല കാര്യം. ഈ എപ്പോഴും സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ഒരു പരാതിയാണ്, അവർ വോട്ട് ചെയ്യാൻ വരുമ്പോ നമ്മൾ മൈൻഡ് ചെയ്യും, അല്ലാത്തപ്പോ നമ്മൾ ആവശ്യങ്ങളുമായിട്ട് പോകുമ്പോൾ അവര് നമ്മളെ കണ്ട ഭാവം നടിക്കില്ല, അങ്ങനെ ഒരു പരാതി. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. കാരണം അവരൊരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവർ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും നമ്മൾ പോലുള്ള ആൾക്കാരെ കൂടെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പറയുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കണ്ടിരുന്നു, എങ്ങനെയുണ്ട്? ഒന്നും കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? ബിജെപി ഇടത് അജിയേട്ടൻ കുഴപ്പമില്ല. ഈ 5 വർഷം എങ്ങനെ വികസനം ഉണ്ടായോ നമ്മുടെ നാട്ടിലെ? കുഴപ്പമില്ല. നമുക്കൊരു കരമന വഴി കുഴപ്പമില്ല. അപ്പൊ ഒരു വോട്ടർ എന്ന രീതിയിൽ നമ്മുടെ വോട്ടിനാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്. അപ്പൊ ഒരു വോട്ടർ എന്ന നിലയിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? മറ്റേ നമ്മൾ നാട് നല്ലവർ നോക്കണം, നാട്ടുകാർ നോക്കണം, നമ്മൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെടുത്ത് തരണം. ഈ 5 വർഷം നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു സമീപനം അവരുടെ ഭാഗത്ത് നിന്ന്? കുഴപ്പമില്ല, നല്ല സമീപനമായിരുന്നു. പൊതുവെ ഉള്ള ഒരു പരാതിയാണ്, ഈ വോട്ട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് സ്നേഹം ഉണ്ടാകും, പിന്നെ നമ്മളെ കണ്ടാ മൈൻഡിൽ, അങ്ങനെ ഒരു പരാതി അവരെ പറ്റി ഉണ്ട് പൊതുവെ. അപ്പൊ അതിനോട് എങ്ങനെയാണ് ഒരു ചേട്ടന്റെ ഒരു പ്രതികരണം? കരമന ഒരു 10 കൊല്ലം കൊണ്ട് ഒരു വിഷയമില്ല, കുഴപ്പമില്ല. ഇത്തവണ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് പറയാൻ പറ്റില്ല. എന്നാലും ഒരു സാധ്യത, ഈ ഒരു കരമന വാട്ടിൽ ആർക്കാണ് സാധ്യത? അത് ബിജെപിക്ക് നാട്ടിലാണ്. കാരണം വികസനം മുന്നോട്ട് വയ്ക്കുന്നു. അതെ അതെ. ഇവിടുത്തെ സ്ഥാനാർത്ഥികളും എല്ലാവരും ഒന്നിനൊന്നിനെ മെച്ചമാണ്. എല്ലാവരും എന്താന്ന് പറയാ, എല്ലാവരും നല്ല പ്രവർത്തനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇലക്ഷൻ അടുക്കും തോറും കുറച്ചുകൂടി നല്ല ശക്തമായിട്ട് പ്രചരണങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവും. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ വന്നിരുന്നു. ഓരോരുത്തട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാ വീടുകളും കവർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം പല വീടുകളും ഓരോ ദിവസം അനുസരിച്ച് എത്തുന്നുണ്ട്. നല്ല പ്രചരണം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസനം എങ്ങനെ? നല്ല അടിപൊളിയാണ്. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ അതിനനുസരിച്ച് അവര് കാലാവധി കഴിയുന്നതിന് മുന്നേറ്റ് ഇറങ്ങുന്നതിന് മുന്നേറ്റ് അത് പെട്ടെന്ന് ചെയ്തു തീർക്കണം. വിജയ സാധ്യത ആർക്കാണ്? വിജയസാധ്യത അങ്ങനെ പറഞ്ഞ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും തുല്യരാണ്. എങ്കിലും ഒരു ശക്തരാണ്, അല്ലെങ്കിൽ ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. പൊതുവെ ഈ സ്ഥാനാർത്ഥികളെ പറ്റി അല്ലെങ്കിൽ അധികാരികളെ പറ്റിയുള്ള പരാതിയാണ്, ഈ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മൈൻഡ് ചെയ്യുള്ളൂ, അല്ലാത്തപ്പോ നമ്മളെ പരിഗണിക്കില്ല, അങ്ങനെ എന്തെങ്കിലും പരാതി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ഒരു വ്യക്തിപരമായിട്ടാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും അത് ചെയ്ത് തരാറുണ്ട്. അപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വോട്ട് ചെയ്യാനൊക്കെ തയ്യാറായി നിൽക്കണം, വോട്ട് ചെയ്യുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതല്ലേ നമ്മളെ ഒരു ജനപ്രതിനിധി, ഒരു പൗരനെന്ന രീതിക്ക് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥികളൊക്കെ വന്ന് എങ്ങനെയുണ്ട് പ്രചാരണം? ആര് ജയിക്കാനാണ് സാധ്യത, എന്ത് തോന്നുന്നു? ഇപ്പൊ 3 പേര് വന്നതില് മുന്നിട്ട് നിൽക്കുന്നത് ബിജെപിയുടെ അതാണ് ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടാണ്. അതിനാണ് മുൻകരുതൽ, മുൻതൂക്കവും ഇപ്പം കരമനയിലുള്ളത്. അപ്പൊ ഈ ഒരു വോട്ടർ എന്ന രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ വർഷത്തെ ഭരണത്തെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ വർഷം ഭരണം എന്ന് വെച്ചാൽ LDF ആണ്, പ്രതിപക്ഷത്തിലാണ് BJP ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ മെച്ചത്തിൽ കൊണ്ടുവരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തൃപ്തിയുണ്ടോ? ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടോ? എങ്ങനെയാണ്? ഇപ്പൊ വാർഡാടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വികസനം ഒരുവിധം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി വരണം വരും. ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ ശബരിമല വിഷയമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോ എങ്ങനെ, ഒരു ഭക്തനാണല്ലോ, അപ്പോ എങ്ങനെ വിലയിരുത്തുന്ന ആ പ്രശ്നങ്ങളെ? ഒരു ഭക്തൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന കാണിക്ക, നമ്മൾ തന്നെ അതിനെ മറിച്ചെടുക്കുന്നത് അത് തെറ്റല്ലേ? നമ്മൾ എന്തെല്ലാം കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഓരോ ജനങ്ങളും പല നാട്ടിൽ നിന്നും വന്ന്
കൊടുക്കുന്നത്. അപ്പൊ അതിനെ തന്നെ അവര് കൈയിട്ട് വാരണം എന്ന് വെച്ചാൽ എത്രയോ പാവങ്ങൾ കിടപ്പുണ്ട്, അവരെല്ലാം ഒന്ന് സംരക്ഷിച്ചിടുക. എല്ലാം മാറി ഒരു പോക്കറ്റിലാക്കിയ ഈ ശബരിമല വിഷയം സർക്കാരിനെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ഭക്തര് കൈ ഒഴിയും എന്ന് തോന്നുന്നുണ്ടോ? ഒരു വിലയിരുത്തൽ ഇല്ല. ഇപ്പൊ ഈ ഭരണവശം വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ഭരണവും ഇവര് തന്നെ വരണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്തെന്ന് വെച്ചാല് ഇപ്പം ഖജനാവിൽ ഒന്നുമില്ല, അടുത്തവര് വരുമ്പം അവര് വീണ്ടും കടം വാങ്ങിച്ച് നാട്ടിൽ തരുന്നിടും. അത് നമ്മളെ തലയ്ക്കാണ് വരുന്നത് ആ പൈസ, മനസ്സിലായില്ലേ? അപ്പൊ ഇവര് വന്ന് ഒന്നും കൂടെ നടക്കട്ടെ എന്നുകൊണ്ടാണ് നാട്ടുകാരുടെ അഭിപ്രായത്തില് ഞാൻ. എന്തായാലും വോട്ട് ചെയ്യും, വോട്ട് കൊടുക്കുമല്ലോ, വോട്ട് ചെയ്യുമല്ലോ. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും, അത് നമ്മളെ അവകാശമാണല്ലോ. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്തല്ലേ പറ്റും. അതുകൊണ്ട് വോട്ട് ചെയ്യും. അപ്പൊ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ.